ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. എല്ലാവരോടും കൂടി ആയിട്ട് ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവാണ്. ആരും ഇടയ്ക്ക് വർത്താനം പറയരുത് കേട്ടല്ലോ. ചേച്ചി, ഞാൻ കിച്ചണിൽ ചോർന്ന കാര്യം പറഞ്ഞേ. അത് നിനക്ക് തന്നെ പറഞ്ഞുകൂടി? അത് ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ മോളെ. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം ആരെങ്കിലും തമാശ പറയോ ഉമ്മ? ചേച്ചി പറയുന്നുണ്ടോ കാര്യം? ആ സിദ്ധുവിന്റെ കൊഴുപ്പ് അവിടെ അനങ്ങി കാര്യം പറഞ്ഞിട്ടു. ചേച്ചി ചേച്ചി ഇവിടെ നിക്കണം. എന്റെ എല്ലാ കാര്യത്തിനും ചേച്ചിയാണല്ലോ സപ്പോർട്ട്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ എന്നാലും ഇപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ചേച്ചി ഇവിടെ നിന്നേ വരത്തുള്ളൂ. സപ്പോർട്ടാ? ആര് സപ്പോർട്ട് ചെയ്ത്? എപ്പോ സപ്പോർട്ട് ചെയ്ത്? നിന്നെ ഏത് കാര്യത്തിലാണ് നീ സപ്പോർട്ട് ചെയ്തേക്കുന്നത്? പിന്നെ അറിയാത്ത പോലെ ഒന്ന് പോയേച്ചി അവിടെ നിന്ന്. ഓ, ഇനിയിപ്പോ നിങ്ങക്ക് എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം. കേശുവെ കേട്ടോ, നീ ഞാനും ശിവറോക്സും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടല്ലേ? ഓ കണ്ട്. അത് സംഗതി വേറൊന്നല്ല, അവനെ കാണാൻ വേണ്ടി നിന്നതാണ്. 2 പ്രാവശ്യം അവൻ ഫോൺ വിളിച്ചപ്പോ ഞാൻ എടുത്തില്ല. അവൻ എന്തിനാണ് നിന്നെ ഫോൺ വിളിക്കണം? എന്റെ ആവശ്യം എന്തിനാണ്? അല്ല, നീ അവനടുത്ത് ഫോൺ വിളിക്കലെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ എന്തിനാ ഫോൺ വിളിക്കണ്ടെന്ന് പറയണേ? വേണ്ട, നീ പറയണ്ട. ഞാനൊന്നും അവനെ കാണുന്നുണ്ട്. അവന്റെ ഉണക്ക കട അത് മിക്കാനും തുടങ്ങുന്ന ഞാൻ തന്നെ കത്തിക്കും. അത് കേശുവേ, ആവശ്യമില്ലണ്ടോ എല്ലാം ചെയ്യാൻ പോയി കഴിഞ്ഞാ എന്റെ സ്വഭാവം നിനക്കറിയാലോ. ഞാൻ പറയുന്നേക്ക് നീ എന്താ പറ. ഞങ്ങൾ സംസാരിച്ചത് വേറൊന്നുമല്ല. അടുത്ത ഞായറാഴ്ച അവനും വീട്ടുകാരുടെ എന്നെ പെണ്ണ് കാണാൻ വരുവാന്ന് ഇങ്ങോട്ട്. ഞാൻ കേട്ടത് ശരിയല്ലെന്ന് വിചാരിക്കില്ല. ശിവ, നീ ഒന്നുകൂടെ പറഞ്ഞ കേട്ടില്ല. ഒന്നുകൂടെ പറടാ. അവനും അവന്റെ വീട്ടുകാരും കൂടെ അടുത്ത ഞായറാഴ്ച എന്നെ പെണ്ണ് കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നെന്ന്. അവന്റെ അമ്മയ്ക്ക് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി എന്നാണ് അവര് പറയുന്നത്. നിക്ക് ചോദിക്കട്ടെ. നീ പറഞ്ഞ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? എന്റെ ചേച്ചി, ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം തമാശ പറയൂ? മകളടാ, ഇത് കളിച്ച കളിയല്ലായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. നമുക്ക് പറയാം. നീ എങ്ങനെ എങ്ങനെ പ്രായമായിട്ടില്ലെന്ന് ആണോ? ഈ പ്രായത്തെ കൊച്ചിനല്ലേ അമ്മൂമ്മയുടെ മറ്റേ ബാലന്റെ കണ്ട മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നോക്കിയത്? അത് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, നിശ്ചയിച്ചൊന്നുമില്ലല്ലോ. അത് പറഞ്ഞല്ലോ, ഇനി ഇതും പറഞ്ഞല്ലേ ഉള്ളൂ. നീ ഇപ്പൊ നിശ്ചയിക്കാലോ. ശിവ, ഇത് നമുക്ക് ശരിയാവൂല്ലോ. നീ അത് മനസ്സിലാക്കും. നീ ശിവ, ഞാൻ ഒന്നും കൂടെ ചോദിക്കണം. നീ ഇത് സീരിയസ് ആയിട്ട് പറയുവാണോ? പിന്നെ അല്ലാണ്ട് ചുമ്മാ നീ എന്തിനാ എതിർക്കാഞ്ഞേ? ഞാൻ എന്തിനാ എതിർക്കുന്നേ? നിങ്ങൾ പറഞ്ഞ ഞാൻ എന്തിനാ എതിർക്കുന്നേ? എന്ത്, അവൻ പഠിക്കാത്തോണ്ടോ? അല്ലെങ്കിൽ അവൻ്റെ പൈസ ഇല്ലാത്തോണ്ടോ? പിന്നെ ഈ ജാതി മതമൊന്നും നമ്മുടെ വീട്ടിലൊരു വിഷയമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതല്ല ഏതായാലും വിഷയം. അവൻ്റെ ചോക്ലേറ്റ് ബോയ് അല്ലാത്തോണ്ടോ? ഓ ഓ ഓ, അപ്പൊ അവന് കേസ് ഉള്ളതുകൊണ്ടാണോ ഞാൻ എതിർക്കേണ്ടത്? പറ, എന്തിനാ എതിർക്കുന്നേ? അതിനാണോ ഞാൻ എതിർക്കണ്ടേ? ഞാൻ എന്തിനാണ് എതിർക്കേണ്ടത് ഇപ്പോ? അതൊന്നും അല്ല. പക്ഷെ അവൻ ഇത്തിരി നല്ലവനായോ ഇല്ലെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ശിവ, നീ ഞങ്ങൾ പറയണേ. അവൻ ഇപ്പൊ വളരെ നല്ലൊരു വ്യക്തിയാണ്. ഇപ്പൊ ഒരു പുതിയ കടയൊക്കെ തുടങ്ങി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ്. നല്ലൊരു കാര്യല്ലേ? അല്ല, അതൊക്കെ ശരിയാണ്, സമ്മതിച്ച്. പക്ഷെ നിനക്ക് അങ്ങോട്ട് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് വെച്ചാ ശിവ, എന്താ തുറന്നു പറ. നീ വാർന്നു പറ. അതിപ്പം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് പറയാനേ ചേച്ചി, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ചെറിയൊരു ഇഷ്ടം റോക്സിനോട്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഇഷ്ടമൊന്നുമല്ല കേട്ടോ, എന്നാലും എവിടെയോ ചെറിയൊരു ഇഷ്ടം. പിന്നെ ഞാനും വിചാരിച്ചെങ്ങും വന്ന് കണ്ടിട്ടങ്ങ് പോട്ടെ, ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാലോ. ശിവ, നീ പറഞ്ഞുള്ളയാണോ? ഇപ്പൊ അവക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അമ്മൂമ്മ? കേശു, അവക്ക് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ. ഞാൻ എന്തിനു പറയാ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ അവള് നേരത്തെ പറഞ്ഞാൽ ഓരോരോ ഇഷ്ടങ്ങളില്ലേ അല്ലേ? അല്ല, കുഴപ്പമൊന്നുമില്ല ശിവ. നീയേ
എന്താന്ന് വെച്ചാ ഇല്ല ചേച്ചി. പക്ഷെ ശിവ, നീ ഒരു കാര്യം അറിയില്ല, നിനക്ക് എന്നോട് പറയായിരുന്നു. എന്നോടൊന്നല്ല, ആരുടെത്തേലും പറഞ്ഞു, ചേച്ചിയെടുത്തെങ്കിലും. കാരണേ നീ ചെറുതനെ മുതലേ ഒരു ചെറിയ മുട്ടായി കഷ്ണം കഴിച്ചാലും നീ ഉടനെ വിളിക്കണ്ട, കേശുവേടാ എനിക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൊള്ളാന്നൊക്കെ പറഞ്ഞുകൊണ്ട്.